ഭാഗ്യസ്മരണീയനായ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ധന്യ ജീവിതത്തെയും നേതൃത്വത്തെയും ശുശ്രൂഷകളെയും നമുക്ക് സഭയായി ഒരിക്കൽ കൂടി സ്മരിക്കുന്നതിനും തിരുമേനിയെ നമുക്ക് ദാനമായി നൽകിയ ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കുന്നതിനും ഇടയാകുന്നു എന്നത് ദൈവസന്നിധിയിൽ നമുക്കുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. തിരുമേനി നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് 1/4 നൂറ്റാണ്ടാകുന്നു. സ്മാരക പ്രഭാഷണങ്ങളുടെ 25ാമത് സമ്മേളനമാണ് ഇന്ന് ഇവിടെ സാധ്യമായിരിക്കുന്നത്. ഇതിന് ആതിഥ്യമരുളുന്ന തിരുമേനിയുടെ മാതൃക ഇടവ കൂടിയായ കുറിയന്നൂർ സെൻറ് തോമസ് മാർത്തോമാ ഇടവയോടും വികാരിയച്ഛനോടും ഇടവ ചുമതലക്കാരോടും ഇടവാംഗങ്ങളോടും എല്ലാം ഉള്ള എൻ്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ ഈ അവസരം അറിയിക്കട്ടെ. ഇന്ന് ഇതിനെ നേതൃത്വം നൽകുന്ന എല്ലാവരെയും, പ്രത്യേകിച്ച് രാവിലത്തെ ആരാധനകൾക്ക് ശേഷം സമയം കണ്ടെത്തി ഈ മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കുന്നതല്ല പ്രിയ സ്നേഹിതരെയും എല്ലാവരെയും ഈ അവസരം ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുകയും എല്ലാവരെയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ മുഖ്യ പ്രഭാഷകൻ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറിനെ കുറിച്ച് വളരെ വിശദമായി നമ്മുടെ സഭാ സെക്രട്ടറി ഇവിടെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കുന്നതിനായിട്ട് ഒരുമ്പെടുന്നില്ല. നമ്മളുടെ ക്ഷണം സ്വീകരിച്ചു എന്നതിൽ തന്നെ നമുക്ക് ഏറെ സന്തോഷമുണ്ട്. ആ നന്ദി ഈ അവസരം ഞാൻ അറിയിക്കട്ടെ. ഇന്ന് കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം പുതിയ മാർപ്പാപ്പ ലിയോ 14 സ്ഥാനാരോഹണം ചെയ്യുന്നതായുള്ള ദിവസം കൂടിയാകുന്നല്ലോ. ഈ പ്രാധാന്യം അറിയിക്കുന്നതായുള്ള ദിവസത്തിൽ നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിലും ദേവാലയത്തിലും ഒന്നിച്ച് കൂടുവാനും ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാനും ഇടയായിട്ട് തീരുന്ന ഈ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. വളരെ ചിന്താദീപകമായ വാക്കുകൾ നമുക്ക് നൽകിത്തരുന്നതായിട്ടുള്ള അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ വാക്കുകൾ ശ്രവിക്കുവാൻ്റെ കൊണ്ട് നമുക്ക് കാതോർക്കാം. അത് നമ്മെ ചിന്തിപ്പിക്കുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനും പ്രവർത്തന മണ്ഡലങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കി തീർക്കുന്നതിനും സഹായമായി തീരട്ടെ എന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. ആത്മായ നേതൃത്വത്തിന് അർഹമായ പരിഗണന നൽകുകയും എല്ലാവരുടെയും ആശയങ്ങളെ ഉൾക്കൊള്ളുവാൻ്റെ കോണം ശ്രമിക്കുകയും ചെയ്തതായിട്ടുള്ള ഒരു വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയാണ് 25 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റപ്പെട്ടത്. തിരുമേനിയുടെ വ്യക്തിപ്രഭാവവും ദർശനങ്ങളുടെ ഔന്നത്യവും ഞാനിവിടെ എടുത്തു പറയേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. നാം എല്ലാം തന്നെ അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളതായിട്ടുള്ള ഒന്നാണ്. തിരുമേനിയുടെ ആഴമേറിയ ദൈവാശ്രയ ബോധം, പ്രാർത്ഥനാ ജീവിതം, ലാളിത്യം, മിതവ്യയം, അച്ചടക്കം എന്നിവ തിരുമേനിയുടെ സവിശേഷതകളായി എന്നും എല്ലാവർക്കും എടുത്തു പറയുവാൻ കഴിയുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു അധ്യാപകനായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തൻ്റെ ജീവിതശൈലി മുഴുവൻ ഒരു അധ്യാപകൻ്റെ ശിക്ഷണം പുലർത്തിയിരുന്നതായിട്ടുള്ള വ്യക്തി കൂടിയാണ്. ഇവിടെ സഭാ സെക്രട്ടറി അച്ഛൻ സംസാരിച്ചതായുള്ള അവസരത്തിൽ വേണ്ട, മതി, സാധിക്കുകയില്ല എന്നീ കാര്യങ്ങൾ മുഖത്തെ നോക്കി പറയുവാൻ്റെ കോണം തിരുമേനിക്ക് സാധിച്ചു എന്നുള്ളതുകൊണ്ട് തന്നെ തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചും തൻ്റെ നേതൃത്വത്തെക്കുറിച്ചും തൻ്റെ കാലഘട്ടത്തെക്കുറിച്ചും നല്ല കാഴ്ചപ്പാട് തിരുമേനിക്കുണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തമായിട്ടുള്ള സംഗതി കൂടിയാണ്. ആശ്രമ പ്രസ്ഥാനത്തോടും സുവിശേഷ വേലസ്ഥലങ്ങളോടും തിരുമേനി പ്രത്യേകമായിട്ടുള്ള ആഭിമുഖ്യം പുലർത്തിയിരുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വർഷവും കുറച്ച് ദിവസങ്ങൾ വേറിട്ട് വിവിധ സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത് പോകുന്നതിനായിട്ടും പോകാത്ത മേഖലകളിൽ പോലും പോകുന്നതിനായിട്ടുമെല്ലാം ആത്മധൈര്യം കാട്ടിയതായിട്ടുള്ള ഒരാളായിരുന്നു തിരുമേനി. വൈദിക സെമിനാരിൽ പഠിക്കുന്നതായിട്ടുള്ള അവസരത്തിലാണ് സത്താൾ ആശ്രമത്തിൽ തിരുമേനി നേപ്പാളിലുള്ള നമ്മളുടെ മിഷൻ ഫീൽഡെല്ലാം സന്ദർശിച്ച ശേഷം വന്നത് ഞാൻ ഓർക്കുന്നത്. കരിയാർ റോഡിൽ എല്ലാ വർഷവും പോകുന്നതിനായി പ്രത്യേകിച്ച് നരണം മാരാമൺ ഭദ്രാസനത്തെ പ്രതിനിധീകരിച്ച് തിരുമേനി നേതൃത്വം നൽകുകയും
അനേകരെ തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടുപോകുന്നതിനായിട്ടുള്ള താല്പര്യം പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭദ്രാസനത്തിലുള്ള പല ആളുകൾക്കും ആ പ്രദേശങ്ങളിലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെയൊക്കെ നേരിട്ട് കാണുവാൻ തക്കവണ്ണം സാധ്യമായിട്ട് തീർന്നിട്ടുണ്ട്. തിരുമേനിയുടെ പൂർവികരായിട്ടുള്ള സഭാ നേതൃത്വത്തെ എല്ലായ്പ്പോഴും ആദരിക്കുന്നതോടൊപ്പം തന്നെ അവ സഭയ്ക്കും കാലഘട്ടത്തിനും വെച്ചു നീട്ടിയതായിട്ടുള്ള മാർഗരേഖകൾ തൻ്റെ ജീവിതത്തിലൂടെ പാലിക്കുന്നതിനായിട്ടും അതിനെല്ലാം തൻ്റെ ജീവിതം തന്നെ ഒരു മൂർത്തിഭാവമായിട്ട് തീരുന്നതിനായിട്ടും ഇടയായിട്ട് തീർന്നിട്ടുണ്ട് എന്നത് നമുക്ക് വിസ്മരിക്കുവാനായിട്ട് കഴിയുന്ന ഒന്നല്ല. സ്മാരക പ്രഭാഷണങ്ങൾ ഒരിക്കലും ഒരു വ്യക്തിയെ മാത്രമായി എപ്പോഴും എടുത്തു പറയുന്നതിനായിട്ടുള്ള പ്രഭാഷണങ്ങളല്ല. കാലികവും സംഗതവുമായുള്ള രീതിയിൽ എങ്ങനെയാണ് ഒരു വിശ്വാസ സമൂഹത്തിന് അത് സഹായമായിട്ട് തീരുന്നത് എന്ന് ചിന്തിക്കേണ്ടതായിട്ടുള്ള വേളയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ പ്രഭാഷണത്തിന് ഒരു ചിന്താവിഷയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ. സഭ എന്താണ് എന്നത് വിശകലനം ചെയ്യുന്നതിനായിട്ടും എന്തായിരിക്കണം എന്ന് മനസ്സിലാക്കുന്നതിനായിട്ടും ഭാവിയിലേക്കുള്ള നമ്മുടെ ചുവടുവയ്പ്പുകൾ എത്ര അർത്ഥവത്തായിരിക്കണം എന്നത് മനസ്സിലാക്കുന്നതിനായിട്ടും എല്ലാം ഇടയായി തീരുന്നതായിട്ടുള്ള ഒരു സന്ദർഭം കൂടിയാണ് ഇത് എന്നത് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. നവീകരണ സഭയായിട്ടുള്ള മാർത്തോമാ സഭയ്ക്ക് തൻ്റെ ജീവിതത്തിലൂടെ താൻ കാട്ടിയതായിട്ടുള്ള മാർഗദർശനം വളരെയധികം മാതൃകാപരമായിരുന്നു. സഭയുടെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് വരണം എന്നുള്ള ആഹ്വാനം സഭയിലൂടെ ദൈവനമ്പുരാൻ നൽകിയതായിട്ടുള്ള അവസരത്തിൽ എങ്ങനെയാണ് ഈ സ്ഥാനത്ത് ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ കഴിയുന്നത് എന്നുള്ള ചിന്ത തിരുമേനിയുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ എല്ലായ്പ്പോഴും തിരുമേനിയെ ശക്തീകരിച്ചതും വഴി നടത്തിയതുമായുള്ള ചിന്ത സഭയുടെ നാഥൻ സർവശക്തനായുള്ള ദൈവം തമ്പുരാനാണ് എന്നുള്ളതാണ്. ദൈവം വഴികാട്ടും. ഓരോ അവസരങ്ങളിലും കലങ്ങി മറിയുന്നതായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരുമ്പോൾ പോകേണ്ട മാർഗം ദൈവം ചൂണ്ടിക്കാണിച്ചു തരും. അതിജീവനത്തിൻ്റേതായിട്ടുള്ള കൃപ ദൈവം നൽകും. അതുകൊണ്ട് തന്നെ കൃപയുടെ തണലിൽ എന്നുള്ള പുസ്തകം തൻ്റെ ജീവിതത്തെ ആധാരമാക്കി രചിക്കുന്നതിനായിട്ട് തിരുമേനിക്ക് സാധ്യമായി തീർന്നു എന്നത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതായിട്ട് ഒന്നുകൂടിയാകുന്നു. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ പ്രസംഗിച്ച ദൈവരാജ്യത്തെക്കുറിച്ച് ആയിരുന്നു തൻ്റെ പ്രഭാഷണങ്ങൾ എന്നോടൊപ്പം തന്നെ അതെങ്ങനെയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി തീർക്കുവാനായിട്ട് കഴിയുന്നത് എന്നത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുകയും തൻ്റെ ജീവിതം കൊണ്ട് തന്നെ ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങളെ ഈ ലോകത്തിൽ പ്രഘോഷിക്കുവാൻ തക്കവണ്ണം തിരുമേനിയെ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാവുന്ന സത്യമാണ്. സഭയുടെ പഴയകാല ചരിത്രം ഓർക്കുക മാത്രമല്ലല്ലോ, വർത്തമാനകാലത്തെ വിശകലനം ചെയ്യുന്നതിനായിട്ടും ഭാവിയെ കരുപിടിപ്പിക്കുന്നതിനായിട്ടും സാധ്യമായി തീരേണ്ടതായിട്ടുള്ള ദൗത്യമാണ് ദൈവം നമ്മെ എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു, രണ്ടാമത്തെ വരവിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ യെസ്റ്റർഡേയെക്കുറിച്ച് പറയുന്നുണ്ട്, ടുഡേയെക്കുറിച്ച് പറയുന്നുണ്ട്, ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നലകൾ എങ്ങനെയായിരുന്നു, ഇന്ന് എന്തായിരിക്കണം, നാളെ എന്താണ് എന്നതൊക്കെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്. വിശ്വാസ സമൂഹം ചേർന്ന് വരുന്നതായിട്ട് അവസരത്തിൽ വിശ്വാസത്തോടുകൂടി ഉരുവിടുവാൻ്റെ കോണം നമുക്ക് ഇടയായിട്ട് തീരുന്നത്. മാറ്റമില്ലാതെ ഇത് തുടരുവാനായിട്ടുള്ളൊരു നിയോഗമാണ് സഭയുടെ നാഥനായുള്ള കർത്താവ് നമ്മയെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. സഭയ്ക്ക് സ്ഥായിയായിട്ടുള്ളൊരു ഘടനയില്ല. പലപ്പോഴും സ്വന്തം ഇടവയെക്കുറിച്ചും നമ്മുടെ സഭയെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ചില
സ്ഥായിയായ ഘടനകളെക്കുറിച്ചുള്ള ഓർമ്മകൾ അടർത്തിയെടുക്കുവാനായിട്ടാണ് നമുക്ക് താല്പര്യം. എന്നാൽ സഭയ്ക്ക് അങ്ങനെ സ്ഥായിയായിട്ടുള്ള ഒരു ഘടനയില്ല എന്നത് നാം ഓർത്തിരിക്കേണ്ടതാണ്. എന്നാൽ ആത്മാവിനാൽ അതത് സമയത്ത് രൂപപ്പെട്ടു വരുന്നതും ക്രിസ്തു നിയോഗത്താൽ നയിക്കപ്പെടുന്നതായുള്ള ഒന്നും കൂടിയാണ്. ആദിമസഭയുടെ രൂപപ്പെടലും ദൗത്യ മാതൃകകളും അപ്പോസ്തല പ്രവൃത്തികളിലൂടെയാണ് നാം മനസ്സിലാക്കുന്നത്. ആത്മനിറവുള്ള ഒരു സമൂഹമായിട്ടാണ് ആദിമസഭയെ നമുക്ക് കാണുവാനായിട്ടിടയാകുന്നത്. നിങ്ങൾ യെരുശലേമിൽ തന്നെ പാർക്കുവിൻ എന്ന് പറയുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നതായിട്ടുള്ള അവസരത്തിൽ അവർ യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും തൻ്റെ സാക്ഷികളായിട്ട് തീരും എന്നറിഞ്ഞതായിട്ടുള്ള കർത്താവാണ് അതിനായിട്ട് അപ്പോസ്തലന്മാരെ പ്രത്യേകമായിട്ട് ഒരുക്കുന്നത്. എപ്പോഴും ആത്മാവിനാൽ നയിക്കപ്പെടുന്ന രൂപപ്പെട്ടു വരുന്നതായിട്ട് ഒന്നായിട്ടാണ് സഭയും സഭാ ജീവിതത്തെയും സഭയുടെ ദൗത്യത്തെയും കാണുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിട്ട് തീരേണ്ടത്. ഘടനാപരമായിട്ടുള്ള കെട്ടുറപ്പോ മൂല്യധനമോ ചെറുത്ത് നിൽക്കുന്നുള്ള കരുത്തോ ആദിമസഭയ്ക്ക് ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. വളരെയധികം ആളുകൾ രക്തസാക്ഷികളായിട്ട് മരിച്ചതായിട്ട് അവസരമാണ്. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരുന്നതായുള്ള ഒരു കൂട്ടം ആൾക്കാരെയാണ് കാണുവാൻ കഴിയുന്നതെങ്കിൽ ആത്മാവിനാൽ നിറയപ്പെട്ടവരായി ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങൾ ക്രൂശിച്ചതായുള്ള യേശുവിനെ ദൈവം കർത്താവ് ക്രിസ്തുവാക്കി വെച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെ നിശ്ചയമായിട്ട് അറിഞ്ഞുകൊള്ളട്ടെ എന്ന് ധൈര്യത്തോടു കൂടി പ്രസ്താവിക്കുവാൻ്റെ കോണം പത്രോസിനും കൂട്ടർക്കും സാധ്യമായി തീർന്നതും ഈ തരുണത്തിൽ നമുക്ക് ഓർക്കുവാൻ കഴിയുന്ന ഒന്നാകുന്നു. സഭയുടെ ചരിത്രം വളരെ വേഗത്തിൽ ഒന്ന് ഓടിച്ചെന്ന് നോക്കുന്ന അവസരത്തിൽ സഭ വിവിധ ഭൂഖണ്ഡങ്ങളിലേക്ക് സുവിശേഷമായി കടന്നു പോകുന്നതിനിടയായിട്ട് തീരുകയും വിശ്വാസ സമൂഹം വിവിധ ഭൂഖണ്ഡങ്ങൾ കാണപ്പെടുവാനായി ഇടയായിട്ട് തീരുകയും ചെയ്തു എന്നത് നമുക്ക് മനസ്സിലാക്കാം. കാണപ്പെട്ടു എന്ന് മാത്രമല്ല, വിശ്വാസത്തിൽ വളർന്നു വരുവാൻ്റെ കോണം കൂടിവരവ് കൂട്ടായ്മ ബന്ധം ഏറെ സഹായമായിട്ട് തീരുകയും ചെയ്തിട്ടുണ്ട്. പുത്തൻ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ടതായുള്ള സാഹചര്യം സഭയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. പുതിയ സാഹചര്യങ്ങളെ നേരിടേണ്ടതായിട്ട് വരുമ്പോൾ അതത് അവസരത്തിൽ സഭയുടെ സ്വഭാവം എന്തായിരിക്കണം? ഇത് വെളിവാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ്. അത് പ്രാവർത്തികമാക്കി തീർക്കുവാൻ്റെ കോണം നമ്മെ ശക്തീകരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവകരങ്ങൾ ഇണങ്ങിയ ഉപകരണങ്ങളായി തീരുക എന്നതാണ് ഏറെ കരണീയമായിട്ടുള്ളത്. അന്നും ഇന്നും അതാകുന്നു നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടുവാൻ്റെ കോണം ഇടയായിട്ട് തീരുകയും ചെയ്യേണ്ടത്. ഡേവിഡ് ബോഷിൻ്റെ വാക്കുകൾ ഇത്തരണത്തിൽ ഞാൻ ഉദ്ധരിക്കട്ടെ. അതേ പ്രകാരം പറയുകയുണ്ടായി, മിഷൻ ഈസ് നോട്ട് ജസ്റ്റ് എക്സ്പാൻഷൻ ബട്ട് പാർട്ടിസിപ്പേഷൻ ഗോഡ്സ് വർക്ക് ഇൻ ദ വേൾഡ്. ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അത് പ്രാവർത്തികമാക്കി തീർക്കുന്നതാണ് സഭയുടെ ദൗത്യം എന്നത് ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും അംഗസംഖ്യയിലൂടെ കൂടുതൽ ആളുകൾ സഭയോട് ചേർക്കപ്പെടുന്നതായുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മുടെ മനസ്സിൽ ചിന്തകൾ ഉണരുന്നത് എന്ന് വരികിൽ തന്നെയും ഇവിടെ ഇതാ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പാർട്ടിസിപ്പേഷൻ ഗോഡ്സ് വർക്ക് ഇൻ ദ വേൾഡ് ഈസ് ദ മിഷൻ ഓഫ് ദ ചർച്ച്. പാർട്ടിസിപ്പേഷൻ ഓഫ് ഗോഡ്സ് വർക്ക് ഇൻ ദ വേൾഡ്. കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ മാർത്തോമാ സഭയെ പ്രത്യേകമായിട്ട് വിശേഷിപ്പിച്ചത് നമ്മുടെ സഫർഗ മെത്രാപ്പൊലീത്ത തിരുമേനിയും മറ്റും അവിടെ പോയതായിട്ടുള്ള അവസരത്തിൽ അദ്ദേഹം എടുത്തു മാർത്തോമാ സഭ ഒരു ബ്രിഡ്ജ് ചർച്ചാണ്. ഈസ്റ്റിനെയും വെസ്റ്റിനെയും എല്ലാം ഒരുമിച്ച് ബന്ധിപ്പിക്കുവാൻ്റെ കോണം സഹായമായി തീരുന്നതായിട്ടുള്ളൊരു സഭയാണ് നവീകരണ സഭയായിട്ടുള്ള മാർത്തോമാ സഭ എന്നത് അദ്ദേഹം എടുത്ത് പറയുകയുണ്ടായി. നമ്മെ ചിന്തിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. എല്ലായ്പ്പോഴും മറ്റ് സഭാവിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധവും ലോകത്തോടുള്ള ബന്ധവും ദൗത്യനിർണയത്തിലുള്ള നമ്മുടെ ഉത്സാഹവുമെല്ലാം കാണപ്പെടേണ്ടത് ഈ തലത്തിലായിരിക്കണം എന്നതുകൂടി ഈ തരുണത്തിൽ മനസ്സിലാക്കാനായിട്ട് നമുക്കിടയാകട്ടെ. ഇന്നലകളുടെ നമ്മുടെ സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങൾ
അവയ്ക്കായി ഓരോരോ കാലഘട്ടത്തിൽ ദൈവമക്കൾ സ്വീകരിച്ചതായിട്ടുള്ള ത്യാഗത്തിൻ്റേതായിട്ടുള്ള മാർഗങ്ങൾ ഇന്ന് കന്യാകുമാരി മുതൽ ടിബറ്റൻ ബോർഡർ വരെ മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് സുവിശേഷ വിഹിത സഭയായിട്ട് നിലകൊള്ളുവാൻ ഇടയായി തീർന്നിട്ടുള്ള ചരിത്രമധ്യേ കാണപ്പെടുന്നതായിട്ടുള്ള രേഖകൾ, ഇതെല്ലാം തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവം തൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായിട്ടുള്ള യേശുക്രിസ്തുവിൽ കാൽവറി ക്രൂശിലൂടെ വീണ്ടെടുത്തതായുള്ള വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് ചേർന്ന് വരുന്നതായുള്ള ഏവരും യേശുക്രിസ്തു ഈ ലോകത്തിൽ പ്രസംഗിച്ചതായുള്ള ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിനും ആ അനുഭവത്തിൽ ജീവിക്കുന്നതിനും ആ അനുഭവത്തെ പങ്കിട്ട് കൊടുക്കുന്നതിനും ഇടയായിട്ട് തീരണം എന്നുള്ളതാണ്. അത് സാധ്യമായി തീരുന്ന രംഗങ്ങളാണ് നമ്മളുടെ എല്ലാ ജീവിത രംഗങ്ങളിലും പ്രവർത്തന മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് സുവിശേഷ മേഖലയിലും കാണപ്പെടുവാൻ്റെ കോണം ഇടയായിട്ട് തീരേണ്ടത്. ചേരികളിലെ ഗന്ധമുള്ള ഒരാളാണ് ഇപ്പോൾ മാർപ്പാപ്പയായി ഇന്ന് അവരോധിക്കപ്പെടുന്നത്. പെറുവിലെ ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനായിട്ടും അവരുടെ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ ആവശ്യങ്ങളിലും തൻ്റെ ഒരു പങ്കാളിത്തം ഉണ്ടാകുന്നതിനായിട്ടും അവിടെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഒരു മകനായിട്ട് അംബാസഡറായിട്ട് പ്രവർത്തിക്കേണ്ടത് എന്നത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനായിട്ടുമൊക്കെ ഇടയായി തീർന്നതായിട്ടുള്ള സുവിശേഷ ഗന്ധം ഉള്ളതായിട്ടുള്ള ഒരാളാണ് ആഗോള വ്യാപകമായുള്ള കത്തോലിക്ക സഭയുടെ നേതൃത്വത്തിലേക്ക് വന്നിരിക്കുന്നത് എന്നത് ഇത്തരണത്തിൽ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നുകൂടിയാകുന്നു എന്നത് ഞാൻ ഓർക്കട്ടെ. നമ്മുടെ സഭയിൽ 100 ബാലവാടികൾ ആരംഭിക്കണം എന്ന് നാം ആഗ്രഹിച്ചതായിട്ടുള്ള അവസരത്തിൽ ഭാരതത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ഗ്രാമീണ പ്രദേശങ്ങളും അവിടെയുള്ള ജനങ്ങളെയും ചേർത്ത് പിടിക്കുവാൻ്റെ കോണം ഈ സഭയ്ക്ക് സാധ്യമായി തീരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് അവ ആരംഭിച്ചത്. ഏറെ സ്ഥലങ്ങളിൽ ആരംഭിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ഇന്ന് പല ബാലവാടി സ്കൂളുകളും വലിയ ഹൈസ്കൂളുകളായി ഒക്കെ വളർന്നു വന്നിട്ടുണ്ട് എന്നതും കൂടി ഈ തരുണത്തിൽ ഓർക്കേണ്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ പരിസരത്ത് ഒരു സ്കൂൾ വരിക അല്ലെങ്കിൽ ഒരു കോളേജ് വരിക എന്ന് പറയുന്ന അവസരത്തിൽ ആ സമൂഹത്തിൻ്റെ ജനങ്ങളുടെ ഉദ്ധാരണമാണ് ഉണ്ടാകുന്നത്. കൂടുതൽ പഠിക്കുന്നതിനായിട്ടും കൂടുതൽ ഉയർച്ചയിലേക്ക് വരുന്നതിനായിട്ടും പഠിപ്പിക്കുന്നതിനായിട്ട് ആളുകളെ ലഭിക്കുന്നതിനായിട്ടും ഒക്കെ സാധ്യമായി തീരുന്നതായുള്ള രംഗങ്ങളാണ്. ഇതുപോലെ ഭാരതത്തിൻ്റെ എല്ലാ ഗ്രാമങ്ങളിലേക്കും കടന്നു ചെന്ന് അവിടെയുള്ള ജനങ്ങളെ ഉദ്ധരിക്കുന്നതിനായിട്ടും അവരെ നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ടും ഈ ചെറിയ സഭയായിട്ടുള്ള മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് സാധ്യമായി തീർന്നു എന്നത് ചരിത്രം സാക്ഷിക്കുന്നതായിട്ടുള്ള വസ്തുതയാണ് 100 ബാലവാടികളിലൂടെ നമുക്ക് കാണപ്പെടുവാനായിട്ടിടയാവുന്നത്. ഇന്ന് സഭയ്ക്ക് ഉള്ളതായിട്ടുള്ള വെല്ലുവിളികൾ വളരെ അധികമാണ്. ആഗോളവൽക്കരണം, ശാസ്ത്ര സാങ്കേതികവിദ്യ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, സാംസ്കാരിക മുന്നേറ്റങ്ങൾ എന്നിവയാൽ സ്വാധീനിക്കപ്പെട്ട സങ്കീർണമായിട്ടുള്ള ഒരു ലോകത്തിലാണ് സഭ അതിൻ്റെ ദൗത്യം നിർവഹിപ്പാൻ്റെ കോണം ഇടയായിട്ട് തീരേണ്ടത്. പലതിൻ്റെയും പേരിൽ വിഭജിക്കപ്പെട്ട ലോകത്തെ സഭ ആരോടൊപ്പം ആയിരിക്കണം എന്നതാണ് ഈ വർത്തമാനകാലത്തിൽ സഭയെ നിർവചിക്കുവാൻ്റെ കോണം സാധ്യമായിട്ട് തീരുന്നതും. മനുഷ്യൻ്റെ നീറുന്ന പ്രശ്നങ്ങൾ ഇടപെടുമ്പോഴാണ് സഭ സംഗതമായിട്ട് തീരുന്നത് എന്നത് നാം മറക്കരുത്. നാം ജീവിക്കുന്നതായുള്ള വലിയ സമൂഹത്തിൽ അസമത്വം കാണപ്പെടുന്നുണ്ട്, പീഡനം കാണപ്പെടുന്നുണ്ട്, പരിസ്ഥിതി പ്രശ്നങ്ങൾ കാണപ്പെടുവാനായിട്ടിടയാവുന്നുണ്ട്. മനുഷ്യ അന്തസ്സിനെ വികലമാക്കി തീർക്കുന്ന എല്ലാ രംഗങ്ങളിൽ നിന്നും മനുഷ്യനെ വിടുവിക്കുന്നതിനായിട്ടും മനുഷ്യനെ സുഗമമായി ജീവിക്കുവാൻ്റെ കൊണ്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിനായിട്ടും ദൈവം ഓരോ മനുഷ്യരിലൂടെയും നൽകപ്പെട്ടിരിക്കുന്നതായുള്ള താലന്തുകൾ സമൂഹത്തിൻ്റെ ഉദ്ധാരണത്തിനായിട്ട് വിനിയോഗിപ്പാൻ്റെ കോണം സാഹചര്യങ്ങളെ സൃഷ്ടിച്ചു കൊടുക്കുന്നതിലും വിശ്വാസ സമൂഹത്തിന് സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നത് ഇത്തരണത്തിൽ ഓർക്കുന്നത് ഏറെ നല്ലതാണ്. ഒരിക്കൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രകാരം പറയുകയുണ്ടായി, "We need a church that is not afraid to get bruised and dirty by being on the streets." തെരുവിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനായിട്ട് ഇടയായി തീരുന്നതിലൂടെ നമ്മുടെ വസ്ത്രം പൊടി പിടിക്കുന്നു എന്ന് വിചാരിക്കുന്നതോ ചുളുങ്ങിപ്പോകുന്നു എന്ന് വിചാരിക്കുന്നതോ
ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ മുറിവേൽക്കേണ്ടി വരുന്നതോ ആയിട്ടുള്ള രംഗങ്ങൾ നമ്മെ പുറകോട്ട് മാറ്റുന്നതിനായിട്ടല്ല ശ്രമിക്കേണ്ടത്. അവിടെയാണ് കാൽവറിയിൽ തൻ്റെ ശരീരം മുറിക്കുകയും തൻ്റെ രക്തം ഒഴുക്കുകയും മരിച്ചതിൽ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതല്ല കർത്താവിനെ കാണുവാൻ ഇടയായിട്ട് തീരേണ്ടത്. അവിടെയാണ് ധൈര്യത്തോടു കൂടി പറയുവാനായിട്ട് സാധിക്കേണ്ടത്, there is a resurrection in this particular area, geographical area, particular society, and that resurrection is possible when we participate with God in His mission today and in every place. ഇത് പറയുവാനായിട്ടുള്ളൊരു ചങ്കൂറ്റമാണ് നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടത് എന്നത് നമ്മെ മറന്നു പോകരുത്. ഒറ്റപ്പെട്ടതായുള്ള മനുഷ്യരെ, ഒറ്റപ്പെട്ടതായുള്ള സമൂഹം, ചേരികളിലേക്ക് തള്ളപ്പെടുന്നതായിട്ടുള്ള വ്യക്തികൾ, ഇതെല്ലാം വളരെയധികം കാണപ്പെടുന്നതായിട്ടുള്ള ഒരു രാഷ്ട്രത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നതുകൂടി മറക്കാതെ ഇരിക്കാം. സാമൂഹിക നീതിയുടെ ശബ്ദമായിട്ടായിരുന്നു മാർത്തോമാ സഭ എല്ലായ്പ്പോഴും വെളിപ്പെട്ടിരുന്നത്. പൊതു ഇടങ്ങളിൽ സഭ എടുത്ത നിലപാടുകൾ വളരെയേറെ ശ്രദ്ധേയമായിരുന്നു. ജാതി വിവേചനത്തിനെതിരെ നടത്തിയതായുള്ള പോരാട്ടങ്ങൾ, സർസിപിക്കെതിരെ, അടിയന്തരാവസ്ഥക്കെതിരെ ഉയർന്നതായുള്ള ശബ്ദങ്ങൾ ഇന്നും ഭാരത സഭകൾക്കിടയിലെ വേറിട്ട ശബ്ദമായിട്ട് നിലകൊള്ളുന്നു. സാമൂഹിക നവോത്ഥാനത്തിൽ മാരാമൻ കൺവെൻഷൻ്റെ സംഭാവന ഒട്ടും ചെറുതായിട്ട് കാണാനായിട്ട് സാധിക്കുകയില്ല. ഭവനത്തിൽ കയറുവാൻ കഴിയാതെ, ദേവാലയത്തിൽ കയറുവാൻ കഴിയാതെ, സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് വരുവാൻ കഴിയാതെ എല്ലാം തള്ളപ്പെട്ടതായുള്ള ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വന്നു ചേരാൻ കഴിയുന്ന, ചുറ്റുപാടും മറച്ചിട്ടില്ലാത്തതായുള്ളൊരു വലിയ പന്തലിൻ്റെ കീഴിൽ ദൈവവചനം കേൾക്കുവാനായിട്ട് വന്നു ചേരുന്നതായുള്ള ജനതതി പറയുന്നതായുള്ള വസ്തുത സഭയ്ക്ക് ഒരു ഇൻക്ലൂസീവ് സ്പിരിറ്റ് ഉണ്ട് എന്നതാണ്. എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതായുള്ള സ്വഭാവമുണ്ട് എന്നതാണ്. കാലഘട്ടത്തിലൂടെ എങ്ങനെയാണ് മാരാമൻ കൺവെൻഷൻ ഈ സഭയ്ക്ക് തന്നെ കൂടുതൽ ദൗത്യബോധം നൽകിയത് എന്നതും, എങ്ങനെയാണ് മാരാമൻ കൺവെൻഷൻ വലിയ സമൂഹത്തിന് മധ്യത്തിൽ ഒരു വലിയ സാക്ഷ്യമായിട്ട് നിലകൊണ്ടത് എന്നതുമൊക്കെ ഓർക്കുന്നതായിട്ടുള്ള അവസരത്തിൽ നമുക്ക് കയറിറക്കുവാൻ കഴിയുന്നതായിട്ടുള്ള വസ്തുതയാണ്. പമ്പയുടെ തീരത്ത് മതിലെ കെട്ടി ജലാശയങ്ങളിലൂടെ വള്ളങ്ങളെല്ലാം പോകുന്നതിനായിട്ടും മറുവശത്തായിട്ട് മാരാമനുള്ള കൺവെൻഷൻ്റേതായുള്ള സ്ഥലം മണൽ കൊണ്ട് നിറയുന്നതിനായിട്ടുമൊക്കെ ആഗ്രഹിച്ചതായുള്ള അവസരത്തിൽ ആ കൽക്കട്ടയെ പൊളിച്ചു കളയുന്നതിനായിട്ടും ഒരു വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നതിനായിട്ടും എല്ലാം ശ്രമിച്ചതായുള്ള കാര്യങ്ങൾ നമ്മളുടെ മനസ്സിലുണ്ട്. അലക്സാണ്ടർ മാർത്തോമാ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയാണ് സധൈര്യം അതിൻ്റെ മധ്യത്തിൽ ഇത് ഗവൺമെൻറ് ചെയ്തതായിട്ടുള്ളൊരു കാര്യമാണ്, ഇവിടെ നാം ഇടപെടേണ്ടതായുള്ള ആവശ്യകതയില്ല, ജനങ്ങൾ അവർക്ക് പ്രതികരിക്കേണ്ടതായുള്ള രീതിയിൽ പ്രതികരിച്ചു കൊള്ളട്ടെ, സഭയെ തകർക്കുന്നതിനായിട്ട് ഇതൊന്നും സാധിക്കുകയില്ല എന്നത് ഉറക്കെ പറയുവാൻ തക്കവണ്ണം തൻ്റെ നിശബ്ദതയിലൂടെ സാധ്യമായി തീർന്നതായുള്ള രംഗങ്ങളൊക്കെ ഓർക്കുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരുന്നുണ്ട്. വൈകിട്ട് സ്ത്രീകൾക്ക് പ്രവേശനമില്ലായിരുന്നൊരു രംഗമാണ് മാരാമൻ കൺവെൻഷൻ. എന്നാൽ വരുന്നതായുള്ള വർഷങ്ങളിൽ കാണുവാനായിട്ട് പോകുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കുന്നതായുള്ള അവസരം വൈകിട്ടത്തെ മീറ്റിംഗ് ആയിരിക്കും. ഭവനത്തിൽ നിന്ന് ഭർത്താവിനും ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം കൂടി ഒരുമിച്ച് പകലത്തെ അധ്വാനത്തിന് ശേഷം ശാന്തമായിട്ട് പമ്പയുടെ തീരത്ത് വന്നിരുന്ന ദൈവത്തിനും കേൾക്കുവാൻ്റെ കോണം സാധ്യമായി തീരുന്നതായുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നതിൽ സന്തോഷിക്കുന്നതായുള്ള ഏറെ ആളുകളുണ്ട്. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും മാരാമൻ സ്ഥാനമുണ്ട് എന്നത് ചരിത്രത്തിലൂടെ സാക്ഷിക്കുവാൻ്റെ കോണം നമുക്ക് ഇടയായിട്ട് തീരുകയും ചെയ്തിട്ടുണ്ട്. നമ്മളുടെ സഭാമണ്ഡലത്തിൽ തന്നെ സ്ത്രീകൾക്ക് കുറഞ്ഞത് 33% അംഗത്വം ഉണ്ടാകണം എന്ന് ചിന്തിച്ചതായുള്ള സാഹചര്യവും ഏറെ ദൂരത്തല്ലല്ലോ. നമ്മളുടെ ചിന്താമണ്ഡലങ്ങൾ അങ്ങനെയാണ് ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്നത് എന്നത് സമൂഹത്തിൻ്റെ മധ്യത്തിലുള്ള ഒരു വലിയ സാക്ഷ്യമാണ്. ഭൂഭവന പ്രസ്ഥാനത്തിലൂടെ ഊർജം പകർന്നതായിട്ടുള്ള സഭ എക്കാലവും കരുതലിൻ്റെയും സാമൂഹ്യ നീതിയുടെയും ശബ്ദം ഉയർത്തുവാൻ കോണം ശ്രമിച്ചിട്ടുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിലുള്ള പ്രവർത്തനം, ലൈംഗിക തൊഴിലാളികളുടെ ഇടയിലുള്ള പ്രവർത്തനം വേറിട്ടതായിട്ട് കാണപ്പെടുന്നുണ്ട് എങ്കിൽ തന്നെയും അവരും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നത് ലോകത്തോടെ സംസാരിക്കുവാൻ കോണം ഈ സഭയ്ക്ക് സാധ്യമായി തീർന്നത് ഇങ്ങനെയുള്ള ഇടപെടലുകളുടെ മധ്യത്തിലാണ്.
സഭയിലേക്ക് ചേർക്കപ്പെട്ടതായുള്ള ആളുകളെ പ്രത്യേകം ദേവാലയമൊക്കെ നിർമ്മിച്ച് ആരാധനാ സമൂഹമായിട്ട് കാണപ്പെട്ടതായുള്ള അവസരത്തിൽ അവരെ സഭയുടെ മുഖ്യധാരയിൽ തന്നെ കാണപ്പെടേണ്ടതായുള്ള ആവശ്യകത ഈ സഭയ്ക്കുണ്ട് എന്നൊരു ഉറക്കെ പറയുവാൻ തക്കവണ്ണം സാധിച്ചത് അലക്സാണ്ടർ മാർത്തോമാ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഇടവുകളിലെയും എല്ലാ സ്വാതന്ത്ര്യവും വ്യക്തിപ്രഭാവവും എല്ലാം ഏത് ചെറിയ ഇടവുകൾക്കും ഇന്ന് യാഥാർത്ഥ്യമായി തീർന്നിട്ടുള്ള ഒരു സംഗതിയായിട്ട് മാറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഭാവി വെല്ലുവിളികൾ ഏറെയാണ് എന്നത് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായല്ലോ. എന്നാൽ ഇവിടെയെല്ലാം ധൈര്യമായി ചുവടുകൾ വയ്ക്കുവാനായിട്ടുള്ള വിശ്വാസ സ്ഥിരതയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. സഭ എല്ലായ്പ്പോഴും ചുവടുകൾ വെച്ച് മുമ്പോട്ട് പോകുന്നൊരു മൂവ്മെൻ്റാണ്, മിഷനാണ് സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സാധ്യമായിട്ട് തീരണമെങ്കിൽ മുമ്പോട്ട് പോയേ സാധിക്കുകയുള്ളൂ. എന്നാൽ ഓരോ ചുവടും മുൻപോട്ട് വയ്ക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ദൈവത്തിലുള്ള നമ്മളുടെ പരിപൂർണമായിട്ടുള്ള ആശ്രയത്തെ വെളിപ്പെടുത്തുകയാണ്, വിശ്വാസത്തെ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഈ സഭയ്ക്ക് സാധിക്കും എന്നത് ചരിത്രത്തിൻ്റെ മധ്യത്തിൽ ലോകത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടൊരു സന്ദേശം കൂടിയാണ്. ഈ സന്ദേശത്തെ ഉൾക്കൊള്ളുവാനായിട്ടാണ് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ നമുക്ക് സാധ്യമായിട്ട് തീരേണ്ടത്. Hope is the anticipation of God's future in the present. Hope is the anticipation of God's future in the present. നാളെ എന്ത് എന്നത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതിന് ഇന്നത്തെ യാഥാർത്ഥ്യമാക്കി തീർക്കുവാനായിട്ടുള്ളൊരു ഉത്തരവാദിത്വമാണ് പ്രോഫറ്റിക് മിനിസ്ട്രിയുള്ള പ്രവാചക ദൗത്യം നിർവഹിക്കുന്നതായുള്ള സഭയ്ക്ക് ഇന്ന് ചെയ്യുവാനായിട്ടുള്ളത് എന്ന് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് ചേർച്ച് യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് നാം ചിന്തിക്കുകയും കൂടുതലായി കേൾക്കുവാനായിട്ട് കാതോർക്കുകയും ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ സഭാനാഥനായിട്ടുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കൂടുതൽ ദൈവാശ്രയ ബോധമുള്ളവരായിട്ട് തീരാം. സംശയിച്ച് പുറകോട്ട് മാറുന്നതിന് പകരമായി, ആശങ്കകളും പരാജയങ്ങളും നമ്മെ അടിച്ചമർത്തുന്നതിന് പകരമായി ദൈവത്തിലുള്ള ആശ്രയത്തോടും അവൻ്റെ കരങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടും ചുവടുകൾ മുന്നോട്ട് വയ്ക്കുന്നതാണ് ഇന്നേറെ ആവശ്യമായിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാകുവാൻ കാരണം ഈ കൂടിവരവ് സഹായമായിട്ട് തീരട്ടെ. ഇന്ന് നാം അനുസ്മരിക്കുന്നത് ഭാഗ്യസ്മരണീയനായ അഭിനന്ദ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി തൻ്റെ കാലഘട്ടത്തെ സ്വജീവിതം കൊണ്ട് ദീപ്തമാക്കിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ള ജീവിതങ്ങളെയാണ് ഈ കാലഘട്ടത്തിൽ ഇന്ന് സഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ. വർത്തമാനകാല സെമിസ്റ്ററുകളിൽ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമാ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ജീവിതം എങ്ങനെ നമുക്ക് പ്രചോദനമായിട്ട് തീർന്നുവോ അത് ഇന്ന് അനേകർക്ക് പ്രചോദനമായി തീരുവാൻ്റെ കാരണം നമ്മളുടെ ജീവിതം ഉപയുക്തമായിട്ട് തീരട്ടെ. തിരുമേനിയുടെ സ്മരണ അങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിലൂടെ നിലനിർത്തുവാനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരുന്നത്. തലമുറകൾക്ക് കരുത്ത് പകരുവാനായിട്ട് സഭാമക്കളായിട്ട് നമുക്ക് സാധ്യമായിട്ട് തീരുന്നതും അപ്രകാരമാണ്. അത് ഈ പ്രഭാഷണത്തിലൂടെ സാധ്യമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസയോടും കൂടി ഈ അവസരം ലഭിച്ചതായിട്ടുള്ള നിങ്ങളോടെല്ലാവരോടും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയും കൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ.